ഇന്ന് ഫ്രൈഡേ ആണ്. ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ ക്യൂ മുഴുവനും റെസ്റ്റോറൻറ്റിലേക്കുള്ളതാണ്. ഹാൻഡിലുണ്ട്. കൂടാതെ ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരുമിച്ചൊരു ഷോപ്പിങ്ങിന് പോയാലോ? എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? ഇന്ന് നമ്മൾ പോണത് ദുബായ് ഐക്കിയയിലേക്കാണ് കേട്ടോ. ദുബായ് ഐക്കിയയിലെ പുതിയ കാറ്റലോഗൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് വാങ്ങിക്കാനുണ്ടാവും. ആക്ച്വലി ഞാൻ ഒരു 2-3 മാസം കൂടുമ്പോൾ ഐക്യ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും. മാത്രമല്ല ഐക്യ കൂടെ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു രസമാണ്. ഇപ്പം ഞാൻ പോയിട്ട് കുറേ ആയി. കഴിഞ്ഞ ജാനുവരിയിൽ പോയതാണ്. അതിനുശേഷം പോയിട്ടേ ഇല്ല, കൊറോണ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കുറേയൊക്കെ സഫാരി മോളിൽ നിന്നും ലുലുവിൽ നിന്നൊക്കെ വാങ്ങി. അപ്പം ഐക്യയിൽ മാത്രം കിട്ടുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം അത് വാങ്ങാനാണ് ഇന്നത്തെ പോക്ക്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. കുട്ടികളില്ല, കുട്ടിക്ക് എക്സാമാണ്. മാത്രമല്ല ഈ ഒരു കൊറോണ സമയത്ത് കുട്ടികളെ കൊണ്ട് മോളിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നത് അത്ര സേഫ് അല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഐക്യയിലെ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സും ആണ്. ഇപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മുടങ്ങാതെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഐക്യയിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഐക്യ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് മുകളിലേക്ക് പോവാം. സാധാരണ ഫെസ്റ്റിവൽ സിറ്റിയിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ഇറങ്ങാറ്. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് രാവിലെ പ്രിഫർ ചെയ്തത്. വിചാരിച്ച പോലെ തന്നെ നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ. മോള് തീരെ റഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. റെസ്റ്റോറൻറ്റിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങളുടെ പ്ലാന് റെസ്റ്റോറൻറ്റിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ പോരുന്നില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ് പിന്നെ ആ പ്ലാൻ മാറ്റിയത്. കണ്ടോ, ഈ ക്യൂ മുഴുവനും റെസ്റ്റോറൻറ്റിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഐക്യ മോളിൻ്റെ ഉള്ളിലേക്ക് പോവാം. UAE-യിലും സൗദിയിലൊക്കെ ഉള്ള എല്ലാ ആൾക്കാർക്കും ഐക്യ ഫെമിലിയർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഹൈദരാബാദിൽ മാത്രമേ ഈ ഐക്യ ഉള്ളൂ എന്ന്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കും കൂടെ ഉപകാരമാവുമല്ലോ, കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. ഐക്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതൊരു വാഷ്റൂം സെറ്റ് ചെയ്താ കേട്ടോ. ഇത് നേരത്തെ കണ്ടത് ബെഡ്റൂം സെറ്റിംഗ് ആയിരുന്നു. ഇത് ലിവിങ് റൂമാണ്. എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. കാരണം എല്ലാം നല്ല വൃത്തിയായിട്ട് നല്ലൊരു കോമ്പാക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ പ്രൈസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. നല്ല അടി കട്ടിയുള്ള നല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. 19 ദിറംസേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതും നല്ലൊരു ഭംഗിയുള്ള ഐറ്റമാണ്. ഈ ഒരു പോട്ടിന് 7 ദിറംസാണ് കേട്ടോ. ഇതിൻ്റെ ഗോൾഡൻ കളറും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുള്ളത് ക്രോക്കറി ഏരിയയിലാണ് കേട്ടോ. ഐക്യ വിസിറ്റ് ചെയ്ത മോസ്റ്റ് ഓഫ് ആൾക്കാരും വാങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്ലേറ്റ്, ബൗൾ, ഇതിൻ്റെയൊക്കെ റേറ്റ് 3 ദിറംസാണ്. വലിയ ബൗളുണ്ട്, ചെറിയ ബൗളുണ്ട്, പ്ലേറ്റ്സ് അതുപോലെ വലുതുണ്ട്, ചെറുതുണ്ട്, എല്ലാത്തിനും റേറ്റ് 3 ആണ്. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കാവ കുടിക്കുന്ന ഒരു ചെറിയൊരു കപ്പാണ്. ഇതിന് 3 ദിറംസ് തന്നെയാണ് കേട്ടോ റേറ്റ്. അതുപോലെ തന്നെ നല്ല ചീപ്പായിട്ടുള്ള റേറ്റാണിത്. 7 ദിറംസാണ് ബൗളിന്. നമുക്കിങ്ങനെ ചോറൊക്കെ ഡൈനിങ് ടേബിളിലേക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ബൗളാണ്. നല്ല വലിയ ബൗളാട്ടോ. അത് കാണുന്ന പോലെയല്ല, വലിയ ബൗളാണ്. ഞാൻ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഏരിയയൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇത് നമ്മളുടെ കാർപ്പറ്റിൻ്റെ ഏരിയ ആണ്. ഒരുപാട് നല്ല കാർപ്പറ്റ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ് കാർപ്പറ്റ്സിന് കേട്ടോ. അപ്പം എല്ലാ സൈസിലുള്ള കാർപ്പറ്റും ഉണ്ട്. ഏകദേശം ഒരു 10 ദിറംസും ഓൺവേർഡ്സ് ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് നമ്മുടെ ലോണ്ട്രി ബാഗിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് വാങ്ങണം. അങ്ങനെ ഇതാ പർച്ചേസൊക്കെ കഴിഞ്ഞു. ബില്ല് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ജസ്റ്റ് ഒരു ചായയും ബ്രെഡും കഴിച്ച് ഇറങ്ങിയതാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഷവർമയും വാങ്ങി. ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും കേട്ടോ. 1 ദിറംസേ ഉള്ള ഐസ്ക്രീമിന്, പക്ഷേ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഐസ്ക്രീം വാങ്ങാൻ പറ്റിയില്ല, കുട്ടികളില്ലാത്തതുകൊണ്ട് വാങ്ങാൻ തോന്നിയില്ല.
അപ്പോൾ ഷവർമയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ താഴേക്ക് പോവുകയാണ്. കണ്ടോ, മോള് നല്ല ഫ്രീ ആണ്, ആരും തന്നെ ഇല്ല. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലെത്തിയിട്ട് വാങ്ങിയ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതൊരു 12:45 ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്നത് ഞാൻ എന്തൊക്കെ വാങ്ങിയ നോക്കാം. മിക്സിംഗ് ബോളാണിത്. ഇപ്പോൾ അത് 2 മിക്സിംഗ് ബോളുണ്ട് കേട്ടോ. 19 dirhams ആണ്. അപ്പം എൻ്റെ മിക്സിംഗ് ബോള് ആക്ച്വലി മോന് അത് എടുത്തപ്പോൾ പൊട്ടിപ്പോയിരുന്നു. അവരെ ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കൊരു മിക്സിംഗ് ബോൾ വേണ്ടിയുണ്ടായിരുന്നു. ഒന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു ഓഫറിൽ 2 മിക്സിംഗ് ബോളിന് 19 dirhams, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അടിപൊളിയാണ്. കാരണം അടിയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു റബ്ബറിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നീങ്ങിപ്പോവില്ല. പ്രത്യേകിച്ച് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നീങ്ങിപ്പോവില്ല. അപ്പോൾ അതാ 2 ബോൾ. ഒന്ന് പ്രതീക്ഷിച്ച് പോയതാണ്, 2 കിട്ടി കേട്ടോ. അതുകൊണ്ട് നമുക്കിങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. എന്താ ഹാൻഡിലുണ്ട്. അതിന് കൂടാതെ 2 ബോള്. റേറ്റ് 19 dirhams കേട്ടോ. ഒരു സ്മാഷർ, പൊട്ടാറ്റോ, അതുപോലെ ഞാൻ എപ്പോഴും പംകിൻ കറി വെക്കലുണ്ട് കേട്ടോ. നമ്മൾ മത്തനില്ലേ, അപ്പോൾ അതിങ്ങനെ എപ്പോഴും സ്മാഷ് ചെയ്യാൻ. അപ്പോൾ ഞാൻ സാധാരണ തവി ഉപയോഗിച്ചാണ് ചെയ്യല്. കുറേ ഇത് വാങ്ങണം വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കാരിഫോണിൽ നോക്കുമ്പോൾ 25 dirhams. 25 dirhams കൊടുത്തേക്ക് വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ ഇത് 12 dirhams കിട്ടി. നല്ല സ്മാഷർ കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. പൊട്ടിച്ചാൽ എനിക്ക് ശരിക്കും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റാണ്. ഇത് 150 dirhams ആണ് കേട്ടോ. ഇത് ക്വിൽറ്റ് കവറ് പ്ലസ് 2 പില്ലോ കവർ. ബെഡ് കവർ ഇല്ല, ബെഡ് കവർ ഇല്ലാതെ 150 dirhams ആണ്. ഇത് ബെഡ് കവർ എക്സ്ട്രാ വാങ്ങിച്ചാണ്. ഇത് ആക്ച്വലി ഞാൻ അവിടെ വില കണ്ടത്, ടാഗ് കണ്ടത് 50 എങ്ങനെയായിരുന്നു. പക്ഷെ ബില്ലടിച്ച് വന്നപ്പോൾ അത് 90 ആയിരുന്നു. പക്ഷെ ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, പ്യുവർ വൈറ്റ്. ഇതാകുമ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെയും വേറെ ചെയ്ത് കൊടുക്കാം, തിരിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനത്തെ ഇനി വാങ്ങിയിട്ട് വേറെ ഡിസൈൻ വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ ബെഡ് കവറായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ ഞാൻ ഡ്രാഗൺ മാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഈ ബെഡ്ഷീറ്റ് വാങ്ങിക്കുക. ബെഡ്ഷീറ്റ് ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിക്കും. 4 പില്ലോ കവറും ഒരു ബെഡ് ഷീറ്റും ഒരു കിൽറ്റ് കവറും അങ്ങനെയായിരുന്നു കിട്ടല്. ഞാൻ നാട്ടിൽ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ അങ്ങനെയാണ് വാങ്ങിച്ചത്. 120, 140, 160 ഒക്കെയാണ് റേഞ്ച്. പക്ഷേ ഇപ്പോൾ ഒരു 120 ഞാൻ കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ് വാങ്ങി. 4 അല്ല, കൊറോണയുടെ മുമ്പേ, കഴിഞ്ഞ ഡിസംബറിലാണ് തോന്നുന്നു വാങ്ങിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ നൂല് പോകുന്നതാണ്, നമ്മൾ കാലൊക്കെ കൊണ്ടുവന്ന സ്ഥലത്തൊക്കെ നൂല് പോകുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിച്ച് നോക്കിയാണ്. അപ്പം ഐക്കിയെന്ന് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ ഡ്രാഗൺ മാർട്ട് മാറ്റി പിടിച്ചിട്ട് ഇപ്പോൾ ഐക്കിയെന്ന് വാങ്ങിയാണ്. അപ്പോൾ ഞാനിത് പിന്നെ പറയാം കേട്ടോ, ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പിന്നെ പറയാം. അതുപോലെ തന്നെ വിരിച്ചിട്ട് ഞാൻ കാണിച്ചുകയും ചെയ്യാം. പിന്നെ വന്നിട്ടൊരു ലോണ്ട്രി കവറാണ്. അതൊരു ലോണ്ട്രി ബാഗാണ്. പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, നല്ല ഉറപ്പുണ്ട്. ഇത് 40 dirhams ആണ് കേട്ടോ. ഞാൻ ഐക്കിയെന്ന് തന്നെ 12 dirhamsന്റെ മുമ്പ് വാങ്ങിച്ചിരുന്നു, ഒരു സ്ക്വയർ ടൈപ്പ്. പക്ഷേ തീരെ ക്വാളിറ്റി ഇല്ലായിരുന്നു. ഇപ്പം ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങണ്ട, കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങണ്ട. കാരണം അതിനൊരു അതിൻ്റെ താഴേക്ക് ഇങ്ങനെ കീറിപ്പോയി. പക്ഷേ ഇത് നല്ല ഉറപ്പുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം. പിന്നെ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അവൾ 2 വർഷം യൂസ് ചെയ്തെന്ന് പറഞ്ഞ്. പിന്നെ വൈറ്റൊരു ഭംഗിയല്ലേ. അങ്ങനെ ഇത് 40 dirhams ആണേ. പിന്നെ എന്നിട്ട് എന്താ പറയുക, നമ്മളുടെ സ്കാർഫ് സ്റ്റാളൊക്കെ ഹോൾഡറാണ്. അപ്പം മുമ്പ് ഇത് 18 dirhams ആയിരുന്നു റേറ്റ്. ഞാൻ 2 വർഷം മുമ്പ് വാങ്ങി, അന്ന് 18 dirhams ആയിരുന്നു. ഇപ്പോൾ അത് 12 dirhams ആണ്. നല്ല യൂസ്ഫുള്ളാണ്.
ഐക്കിയേൻ്റെത് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. ദുബായ് ഗ്രീൻ ഹൗസിലും അതുപോലെ ഡ്രാഗൺ മാർട്ടിലൊക്കെ ഉണ്ട് സംഭവം, കുറച്ചുകൂടി ഈ റൗണ്ട്സ് കൂടുതലുള്ളത്. പക്ഷെ അത് 8-10 ദിറംസാണ്. പക്ഷെ അതിനേക്കാൾ ക്വാളിറ്റി ഭംഗിയുള്ളത് ഇതാണ്. അപ്പം നമുക്ക് സ്കാർഫ് സ്റ്റോളൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് വേറെ ഒന്നും ഉണ്ട്, പക്ഷെ ഒരുപാടുണ്ട്, അത്ര ക്വാളിറ്റി ഇല്ല. കണ്ടോ 1 2 3 4 5 6 18 നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ 2 വാങ്ങി. മോളിപ്പോൾ സ്റ്റോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവർക്കും കൂടെ കണക്കാക്കി ഞാൻ 2 വാങ്ങി. അപ്പോൾ 12 ദിറംസാണ് ഒന്നിൻ്റെ വില. മുമ്പ് 18 ആയിരുന്നു, അപ്പോൾ വില പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഹാങ്ങർ എത്ര ഉണ്ടാലും മതിയാവില്ല ഇവിടെ. അപ്പോൾ അത് 10 പീസസിന് 7 ദിറംസ് കേട്ടോ. നല്ല ക്വാളിറ്റി ഹാങ്ങറാണ്. പിന്നെ വന്നിട്ട് നമ്മൾ കിച്ചൺ യൂട്ടൻസിൽസ്. ആദ്യമൊക്കെ അമ്മ ഇങ്ങനെ ഈ കിച്ചൺ യൂട്ടൻസിൽസ് കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ വാങ്ങുമ്പോൾ ഞാൻ പറയുന്നു, ഉമ്മ ഇത് മതി മതി മതി. അപ്പോഴൊക്കെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ താല്പര്യം. പക്ഷെ ഇപ്പം നമ്മൾ വീട്ടമ്മയായപ്പോഴാണ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. എവിടെ കണ്ടാലും എനിക്ക് പാത്രം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഒന്നതാ നമ്മൾ ചപ്പാത്തിയൊക്കെ മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ളത് ഇത്. പിന്നെ ഒരു ചെറിയ താവി, പിന്നെ അത് ചിക്കനൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടി ഇതെൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാട്ടോ ബാക്കിയെല്ലാം ഞാൻ വാങ്ങിയത്. ഇതൊരു സെറ്റാണ്. പിന്നെ വെള്ളാന്ന് പറയുന്നത് കറക്റ്റ് എനിക്കറിയില്ല. അപ്പം നോക്കട്ടെ, എനിക്ക് തോന്നുന്നു എത്രയാണ്, 6 ദിറംസ് കേട്ടോ. 3 പിന്നെയുള്ളത് ഇത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുള്ളാണ്. ലോക്ക്. എനിക്ക് അലമാരയ്ക്ക് ലോക്കില്ലെങ്കിൽ, അപ്പോൾ എനിക്ക് ബാൽക്കണി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം ബാൽക്കണിയിൽ മോൻ തുറക്കുന്നുണ്ട് ഡോർ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകും, കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം മോന് ബാൽക്കണിൻ്റെ ഡോർ തുറക്കുന്നുണ്ട്. അപ്പോൾ അത് പൂട്ടി വെക്കാനാണ് കാര്യമായിട്ട്. കാരണം എനിക്ക് സ്കൂളിൽ നിന്ന് സമാധാനം ഉണ്ടാവില്ല. കാരണം കുട്ടികൾ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് ബാൽക്കണിയിലെ കാര്യം, ബാൽക്കണിയും ജനലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര സിസ്റ്റം കട്ടിത്തരാൻ വേണ്ടി തുറക്കാൻ കഴിയില്ല. ഞാൻ ലാസ്റ്റ് കട്ടിത്തരാം കേട്ടോ തുറന്നിട്ട്. പിന്നെയുള്ളത് എപ്പോൾ പോയാലും വാങ്ങിക്കുന്ന ഒരു സാധനമാണിത്, പ്ലേറ്റ്. ഒരു പ്ലേറ്റിന് 3 ദിറംസ് കേട്ടോ റേറ്റ്. അപ്പോൾ 4 പ്ലേറ്റ് വാങ്ങി. എൻ്റെ കയ്യിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിരുന്നു. ഒരു 4 കൂടെ വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ബൗളുണ്ട്, ചെറിയ ബൗള്, വലിയ ബൗളുണ്ട്. പിന്നെ ഇപ്പം കാവ എടുക്കുന്ന ചെറിയ ഇതും കൂടെ വന്നിട്ടുണ്ട്. മുമ്പേ അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കാവ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ബൗളും കൂടെ വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും 2 തരം ചെറിയ പ്ലേറ്റ് ഉണ്ട്, ഈ പ്ലേറ്റ് ഉണ്ട്, 2 തരം ബൗളുണ്ട്. ഇപ്പോൾ കാവ കുടിക്കുന്ന അതുണ്ട്. ഏതാണെങ്കിലും 3 ദിറംസ് അല്ല കേട്ടോ റേറ്റ്. 1-ന് 3 ദിറംസ്. ഞാൻ നാട്ടിലേക്ക് ഒരുപാട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് നാട്ടിൽ. ഉമ്മ വന്നപ്പോൾ ഉമ്മ കുറേ വാങ്ങിക്കൊണ്ടുപോയി. അടുത്തൊരു ഞാൻ ഷുഗർ ഇട്ടേക്കുന്നത് ഇതില്ല കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയത് അച്ചാറിട്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ലോക്കിംഗ് സിസ്റ്റമൊക്കെ നല്ല. ഇവിടെ വാഷറൊക്കെ വരുന്നുണ്ട്, നല്ല. പിന്നെ വാഷറുണ്ടോ, ഇങ്ങനത്തെ ലോക്കിംഗ് സിസ്റ്റമാണ്. ലോക്ക് ചെയ്ത് വെക്കാം. പഞ്ചസാരയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇടരുതെന്ന് പറയല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഭരണിയിലാണ് യൂസ് ചെയ്യുന്നത്. അത് വെക്കട്ടെ. പിന്നുള്ളത് പോട്ടിങ്സ് ഓയിൽ വാങ്ങിച്ചാണ് കുറച്ച്. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പോയപ്പോൾ പിന്നെ പോട്ടിങ്സ് ഓയിൽ വാങ്ങിച്ചു. 8 ദിറംസ് കേട്ടോ. എത്ര 10 ലിറ്ററിന് 2 kg 8 ദിറംസ്. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് ബെഡ്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ബോട്ടിൽസ് ചെയ്തിരുന്നു, ബോട്ടിൽ വർക്ക് ചെയ്തിരുന്നു, ബോട്ടിൽ ആർട്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സാണ്. ബെഡ്റൂമിൽ ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയപ്പോൾ ഞാൻ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയപ്പോൾ ഒരേ തീമാക്കാന്ന് ഓർത്തിട്ടാണ് എടുത്തത് കേട്ടോ അത്. അപ്പം ഞാൻ ഒരു ദിവസം ഹോം ടൂർ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കട്ടെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം.
പിന്നെ ഉള്ളത് നമ്മുടെ ടോയ്ലറ്റ് ബ്രഷ്, ഹോൾഡർ പ്ലസ് ബ്രഷ് ആട്ടോ. ഇതിന് ചീപ്പ് റേറ്റാണ്, 3 dirhams ഉള്ളൂ. ഹോൾഡർ ഉണ്ട്, 3 dirhams ആട്ടോ അതിന്. അപ്പോൾ ഞാൻ 2 വാങ്ങി ബ്ലാക്കും 2 വർഷത്തിലേക്ക് 2 വാങ്ങി. ഇനിയുള്ളൊരു സ്റ്റാൻഡാണ്, പ്ലേറ്റ് സ്റ്റാൻഡ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന റോയൽ ഫോൾഡിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആട്ടോ. മുമ്പ് ഞാൻ ഇവിടുന്ന് തന്നെ റോയൽ ഫോൾഡിൻ്റെ തന്നെ ഇങ്ങനത്തെ ഒരു മെറ്റലിൻ്റെ വാങ്ങിയപ്പോൾ അത് തുരുമ്പിച്ചു പോയി. ഇവിടുത്തെ വെള്ളത്തിൽ പെട്ടെന്ന് തുരുമ്പിക്കും. പിന്നെ ഞാൻ റോയൽ ഫോൾഡിൻ്റെ പ്ലാസ്റ്റിക് വാങ്ങി. പക്ഷെ അതിൻ്റെ ഈ കാല് വരുന്ന ഭാഗം മെറ്റലായിരുന്നു, അവിടെ തുരുമ്പിച്ചു പോയി. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയതാണ്. കാരണം ഇത് അയക്കേണ്ട ഈ ഒരു സംഭവം തുരുമ്പിടിക്കില്ല. ഈ സ്പൂൺ ഹോൾഡറൊക്കെ ഉണ്ട്, അതൊന്നും തുരുമ്പിടിക്കില്ല കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ബൗൾസൊക്കെ വെക്കാം, പിന്നെ ഇവിടെ പ്ലേറ്റ് വെക്കാം, ഇവിടെ ബൗളും വെക്കാം കേട്ടോ. പ്ലേറ്റും വെക്കാം, ചെറിയ ബൗൾസൊക്കെ ഇവിടെ വെക്കാം, ഗ്ലാസ് വെക്കാം. അപ്പോൾ ആകെ കൂടി ഞാൻ കണ്ടത് ഇതിന് സ്പൂൺ ഹോൾഡർ ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്പൂൺ ഹോൾഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെക്കാം. അപ്പോൾ അയക്കുന്ന നമുക്ക് ഹൂക്സ് കിട്ടും. എൻ്റെ അടുത്ത് കുറേ ഹൂക്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാവശ്യം വാങ്ങിയില്ല. അതിവിടെ നമുക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്പൂൺസൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തതൊക്കെ ഇല്ല, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. ചെറിയ ഹൂക്സ് കിട്ടും അവിടെ തന്നെ. അത് ഒരു പാക്കിന് 5 dirhams ഒക്കെ ഇടും. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഞാൻ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഇതും കൂടെ കാണിച്ചു തരാം. അത് പൊട്ടിക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ. അപ്പം ഞാനൊന്നുകൂടെ പറയാം. പ്ലേറ്റിന് 3 dirhams കേട്ടോ. പിന്നെ ഈ ജാറിന് ഞാൻ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഈ ജാറിന് 9 dirhams കേട്ടോ. ഇതിൻ്റെ വലുതും ചെറുതും അതിൻ്റെ ചെറുതൊക്കെ ഉണ്ട്. 3, 5, 7, 9, 11 അങ്ങനെ റേഞ്ചിൽ ഈ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ബെഡ്ഷീറ്റിന് 149, അതായത് ഈ ഒരു ഷീറ്റിന് 149. പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 89. ഇതിനെ കുറഞ്ഞതും ഉണ്ട് കേട്ടോ. ഈ ഒരു താഴെയുള്ള ഈ ഒരു ബേസിന് പകരം ഇങ്ങനത്തെ തന്നെ വരുന്നുണ്ട്. അതിന് 39 ആണ്, ഇതിന് 89. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഈ ഷീറ്റിന് 99 ആട്ടോ. അത് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ 59 or 50 കണ്ടതാണ്, വിചാരിച്ചാൽ എടുത്തത്. പക്ഷേ ബില്ല് ചെയ്ത് നോക്കുമ്പോൾ 99 ആണ്. ഫ്ലവറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5 each 5 കേട്ടോ. ഫ്ലവറിൻ്റെ റേറ്റ് each 5 ആണ്. അപ്പം ഞാനിനി ഈ ലോക്കിംഗ് സിസ്റ്റം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ആട്ടോ. അപ്പോൾ ഇത് സ്ക്രൂ ചെയ്യുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. ഇപ്പോൾ സ്റ്റിക്കറും കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് ഇതിന് മേലെ സ്റ്റിക്ക് ചെയ്യാം, മറ്റേത് നമുക്ക് കബേർഡിൻ്റെ മുകളിൽ എവിടെ വെച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ലോക്കാവുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോക്കായി കഴിഞ്ഞിട്ടെങ്കിൽ ആരോ കാണാം, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും. ആരോ ഒന്ന് മുകളിലേക്കും താഴേക്കും നീക്കിയാൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊന്നും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല യൂസ്ഫുൾ ആട്ടോ അത് കുട്ടികളൊക്കെ ഉള്ളടുത്ത്. അപ്പം 19 dirhams ആണ് വരുന്നത്. ഒരു പാക്കിൽ 3 ആട്ടോ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ Ikeaന്ന് വാങ്ങിയത്. അപ്പോൾ ഏകദേശം എല്ലാം കൂടെ വാങ്ങിയിട്ട് 532 dirhams ആട്ടോ. അതായത് അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് Ikeaയിൽ മാത്രം കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അത് Ikeaയിൽ പോകുമ്പോൾ നോക്കി വാങ്ങിക്കാൻ. ചിലത് നല്ല റേറ്റ് ഉള്ളതുണ്ട്, റേറ്റിനനുസരിച്ച് ക്വാളിറ്റി ഇല്ലാത്തതും ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തരുവിധം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മുടങ്ങാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. അൺടിൽ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.